സിറാജ് ലൈവിലേക്ക് സ്വാഗതം. സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര ദക്ഷിണ കന്നഡയുടെ പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രമായ ഉള്ളാൾ ദർഗയിൽ നിന്ന് ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉള്ളാൾ ദർഗ സിയാറത്തോടുകൂടിയാണ് കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഒരു വലിയ അടയാളപ്പെടുത്തലാകാൻ പോകുന്ന കേരള യാത്ര ആരംഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് കേരള യാത്രകൾ കേരളത്തിന്റെ ചരിത്രത്തിലെ അടയാളപ്പെടുത്തപ്പെട്ട അധ്യായങ്ങളായിരുന്നു. ഇത്തവണ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നത്. കർണാടക എന്ന് പറയുമ്പോൾ, ഉള്ളാൾ എന്ന് പറയുമ്പോൾ കാന്തപുരം ഉസ്താദിനെ ഏറെ സ്നേഹിക്കുന്ന മനുഷ്യരുള്ള മണ്ണാണ്. അതോടൊപ്പം തന്നെ ഉള്ളാൾ കാലി കൂടിയാണ് കാന്തപുരം ഉസ്താദ്. വലിയ ജനാവലി നിങ്ങൾക്ക് എനിക്ക് പിന്നിൽ കാണാൻ കഴിയും. ഇവിടെ പ്രധാനമായിട്ടും സിയാറത്ത് ചടങ്ങുകളും അതോടൊപ്പം തന്നെ പതാക കൈമാറ്റ ചടങ്ങുകളും മാത്രമാണ് നടക്കുന്നതെങ്കിൽ പോലും വലിയ തോതിലുള്ള ജനാവലിയെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. കാന്തപുരം ഉസ്താദിന് ദക്ഷിണ കന്നഡയിലുള്ള സ്വാധീനം എത്രയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ജനാവലി തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും കേരള യാത്ര ഇവിടെ നിന്ന് പ്രയാണം ആരംഭിക്കുകയാണ്. ഇനി കേരളത്തിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തലപ്പാടിയിൽ വെച്ച് കാസർഗോഡ് ജില്ലാ നേതാക്കൾ കേരള യാത്രയെ കാസർകോട്ടേക്ക് സ്വീകരിച്ചാനയിക്കും. സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർകോട്ട് ചെർക്കളയിലാണ് ആദ്യത്തെ സ്വീകരണ കേന്ദ്രം. 5 മണിയോടുകൂടി ചെർക്കളയിൽ സമ്മേളനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതാ ഈ ചരിത്രം കുറിക്കുന്ന യാത്ര ഇവിടെ ദക്ഷിണ കന്നഡയുടെ ആത്മീയ പ്രഭാവമുള്ള 400 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളാളിൻ